ഓം ശാന്തി. എൻ്റെ പ്രിയപ്പെട്ട ബാബ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിൽ ഏകാഗ്രമാക്കുകയാണ്. ഭൃഗുടി ആത്മാവിൻ്റെ സിംഹാസനമാണ്. ആത്മാവായ ഞാൻ ഒരു തിളങ്ങുന്ന ജ്യോതിയാണ്. ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ ആത്മാവായ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും 4 ഭാഗത്തേക്കും പവർഫുള്ളായ എനർജി വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാ ഈ ദേഹത്തിൽ നിന്നും വേറിട്ടതാണ്. ആത്മാവായ ഞാൻ വേറെ, ഈ ശരീരം വേറെ. ഇപ്പോൾ ഈ അനുഭവം ചെയ്യൂ. ആത്മാവായ ഞാൻ അമരനാണ്, അവിനാശിയാണ്. വളരെ സൂക്ഷ്മമായ ഒരു പോയിന്റ് ഓഫ് ലൈറ്റാണ് ഞാൻ. ഞാൻ ശാന്ത സ്വരൂപമാണ്. ശാന്തിയാണ് എൻ്റെ യഥാർത്ഥമായ സ്വഭാവം. എന്നിൽ നിന്നും 4 ഭാഗത്തേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് പരക്കുകയാണ്. അനുഭവം ചെയ്യൂ. ആത്മാവായ ഞാൻ ശാന്ത സ്വരൂപനാണ്. ഞാൻ പവിത്ര സ്വരൂപമാണ്. എന്നിൽ നിന്നും പവിത്രതയുടെ ഓറഞ്ച് പ്രകാശം 4 ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. പവിത്രതയുടെ പ്രകാശം എൻ്റെ ബുദ്ധിയിൽ നിറയുന്നു. എൻ്റെ മുഴുവൻ ശരീരത്തിലേക്ക് നിറയുകയാണ്. എന്നിൽ നിന്നും ഈ പവിത്രതയുടെ പ്രകാശം 4 ഭാഗത്തേക്കും ദൂരെ വരേക്കും വ്യാപിച്ച് മുഴുവൻ അന്തരീക്ഷത്തെയും പവിത്രമാക്കി മാറ്റുന്നു.
ആത്മാവായ ഞാൻ വളരെയധികം ശക്തിശാലിയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. എന്നിൽ നിന്നും ശക്തികളുടെ ചുവപ്പ് പ്രകാശം 4 ഭാഗത്തേക്കും പരക്കുകയാണ്. ആത്മാവായ ഞാൻ ഈ ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇതെൻ്റെ ശരീരമാണോ, ഇതുപോലെ അനേകം ശരീരം ഞാൻ എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ ഈ ദേഹത്തിൽ നിന്ന് വേറിട്ട ഒരു എനർജിയാണ്. അവിനാശിയായ ശക്തിയാണ് ഞാൻ. ഞാൻ വളരെ ശക്തിശാലി ആത്മാവാണ്. എൻ്റെ ബുദ്ധിനേത്രത്തിലൂടെ ഇപ്പോൾ ഞാൻ മുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. എനിക്ക് മുകളിലായി നീലാകാശം, സൂര്യചന്ദ്ര താരാഗണങ്ങൾ, അതിനും വളരെയധികം മുകളിൽ ബ്രഹ്മലോകം. ഇതാണ് ഏറ്റവും മുകളിലുള്ള ലോകം. അവിടെയാണ് നിരാകാരനായ പരമാത്മാവ്, മഹാൻ ജ്യോതി വസിക്കുന്നത്. പരമാത്മാവും ഒരു പോയിന്റ് ഓഫ് ലൈറ്റാണ്. നിരാകാരനാണ്. സൃഷ്ടിയുടെ ബീജമാണ്. പരമമായ ശക്തിയാണ്. ഈ മുഴുവൻ ലോകവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശക്തിയെ തന്നെയാണ്. പരമാത്മാവിൽ നിന്നും ചൊരിയുന്ന അനന്തശക്തികളാണ് ഈ മുഴുവൻ ലോകത്തെയും പാലിക്കുന്നത്. ഇത് നമ്മൾ എല്ലാ ആത്മാക്കളുടെയും പരമമായ പിതാവാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. പരമശക്തിയാണ്. സത്യം ശിവം സുന്ദരമാണ്. സത്യമായ വഴി പറഞ്ഞു തരുന്ന ആളാണ്. പരമാത്മാ സ്നേഹത്തിൻ്റെ സാഗരമാണ്.
നമ്മൾ എല്ലാ ആത്മാക്കളെയും വളരെയധികം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അച്ഛനാണ്. നിരാകാരനാണ്, പരമജ്യോതിയാണ്. പരമാത്മാ പവിത്രതയുടെ മഹാസാഗരം, ഈ മുഴുവൻ ലോകത്തിനും ഗതിയും സദ്ഗതിയും നൽകുന്ന ആൾ. ഈ മുഴുവൻ പ്രകൃതിയുടെയും അധികാരിയാണ്. സർവശക്തിമാനാണ്, ഓൾമൈറ്റി അതോറിറ്റിയാണ്. ആ പരമപിതാവിൻ്റെ അനന്തശക്തികൾ മുഴുവൻ ബ്രഹ്മാണ്ടത്തിലും വ്യാപിക്കുന്നതായി ഭാവന ചെയ്യൂ. ഈ ശക്തികളുടെ വൈബ്രേഷൻസ് ഒരു മഴ പോലെ താഴേക്ക് പ്രവഹിക്കുകയാണ്. ആ അനന്തശക്തികൾ എന്നിലേക്ക് നിറയുകയാണ്. ഞാനിപ്പോൾ പരമാത്മാവിൽ നിന്നും ചൊരിയുന്ന ആ ശക്തികളുടെ താഴെ നിൽക്കുകയാണ്. മുകളിൽ നിന്ന് ശക്തികളുടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ശക്തികൾ എന്നിലേക്ക് നിറയുകയാണ്. ആ പരമപിതാവ് പവിത്രതയുടെ മഹാസാഗരമാണ്. ആ പവിത്രതയുടെ വൈബ്രേഷൻസ് എന്നിൽ നിറഞ്ഞ് എന്നിൽ നിന്നും ഈ മുഴുവൻ ലോകത്തിലേക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സങ്കൽപ്പിക്കൂ, ഈ മുഴുവൻ ലോകവും ഒരു ഈശ്വരീയ കുടുംബമാണ്. പരമാത്മാവിൻ്റെ പവിത്രമായ വൈബ്രേഷൻസ് മുഴുവൻ ലോകത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിലുള്ള ദുർഗുണങ്ങൾ, ദുഷ്വിചാരങ്ങൾ എല്ലാം ഭസ്മമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ മുഴുവൻ സൃഷ്ടിക്കും ശാന്തിയുടെ വൈബ്രേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുന്ദരമായ അമൃതവേളയുടെ സമയം 4 ഭാഗത്തും വളരെയധികം ശാന്തിയുടെ വൈബ്രേഷൻസ്
ഡീപ് സൈലൻസ്. ഞാൻ ആത്മാ വളരെയധികം ശാന്തമാണ്. ആത്മാവായ എൻ്റെ പരമപിതാവ് ശാന്തിയുടെ മഹാസമുദ്രമാണ്. ആ പരമപിതാവിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ എന്നിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മുഴുവൻ ലോകത്തിനും ശാന്തി ദാനമായി നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശാന്തിയുടെ ദൂതനാണ്. ഞാൻ ശാന്തിയുടെ മാലാഖയാണ്. ഞാൻ ശാന്തിയുടെ അവതാരമാണ്. ഞാൻ ശാന്തിയുടെ സ്രോതസ്സാണ്. ശാന്തിയുടെ സ്തംഭമാണ്. ഓം ശാന്തി.